ട്രംപിന്റെ വീമ്പ് പറച്ചിൽ തുടരുകയാണ്. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം ഉണ്ടായപ്പോൾ ഞാൻ കൃത്യമായി ഇടപെട്ടു. ഈ സംഘർഷത്തിനിടയിൽ 5 വിമാനങ്ങൾ തകർന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം എവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്? അല്ല, അമേരിക്ക അങ്ങനെ പറയുമ്പോൾ എവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളെന്ന് നോക്കണം. അവർക്ക് ലോകത്ത് നടക്കുന്ന ഒരു എല്ലാ കാര്യങ്ങളും അവരുടെ ചാര ഉപഗ്രഹങ്ങളുടെ കയ്യിലുണ്ട്, അവർക്ക് വീക്ഷിക്കാൻ. അമേരിക്ക അങ്ങനെ പറയുമ്പോൾ എവിടെ നിന്ന് കിട്ടുന്നത്? ഏത് രാജ്യത്തിൻ്റെതാണ് തകർന്നതെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, അവിടെയാണ് അതിൻ്റെ ഒരു പ്രോബ്ലം കിടക്കുന്നത്. ഇതൊരു നെഗറ്റീവ് ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട്. ഈ യുദ്ധം എന്ന് വെച്ചാൽ വളരെ സെറിയലിസ്റ്റിക് ആയിട്ടുള്ള യുദ്ധമാണ്. പൊതുവേ യുദ്ധം കഴിഞ്ഞ യുദ്ധം ഈ തകർന്ന വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടാറുണ്ട്. ഇതുമല്ല അവശിഷ്ടം കണ്ടോ? ഇത് മലേഷ്യൻ 370 വിമാനം പോലെ ഒരു സാധനവും കിട്ടാതെ സംഭവമാണ്. അപ്പോൾ ഇത് കടലാസ് കൊണ്ടുണ്ടാക്കിയ വിമാനമാണോ അതോ വാക്കുകൊണ്ടുണ്ടാക്കിയ വിമാനമാണോ നമുക്കറിയില്ല. ഇന്ത്യ പറയുന്നുണ്ട് ഇന്ത്യ 3 വിമാനങ്ങൾ അവരുടെ തകർത്തു എന്ന് പറയുന്നത്. അവർ പറയുന്നത് നമ്മൾ 5 തകർത്ത്. ഇവിടെയുള്ള ചില യൂട്യൂബേഴ്സ് അത് ഏറ്റെടുത്തിട്ട് പാകിസ്ഥാൻകാരെക്കാണ്ടും വലിയ ആവേശത്തോടു കൂടി അത് കയറ്റി വിടുന്നുണ്ട്. അവരുടെയൊക്കെ താല്പര്യം എന്താണെന്ന് പരിശോധിക്കണം. കാരണം ഇൻകേസ് ഇവിടെ ഇപ്പോൾ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ 3 തകർത്തു എന്നാണ്. അല്ലെങ്കിൽ വേറെ തെളിവുകൾ വരട്ടെ. കാരണം ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമ്മൾ വിശ്വസിക്കേണ്ട അതാണ്. നമ്മുടെ ഇക്കാര്യത്തിലൊന്നും വേറെ നീതി യുക്തിയൊന്നുമില്ല. യുദ്ധം വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ വെക്കുക എന്നുള്ളത്. അത് അജിത് ഡോവൽ ഉൾപ്പെടെ പറയുന്നത് ഇന്ത്യക്ക് നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ്. അല്ല, അതാണ് വിശ്വസിക്കുന്നത്. നമ്മളതാണ് വിശ്വസിക്കേണ്ടത്. കാരണം രാജ്യ താല്പര്യം മുൻനിർത്തിയുള്ള ഒരു വിഷയമാണ്. പിന്നെ അതിൽ ഇത് ഇപ്പം രാജ്യ താല്പര്യം മുൻനിർത്തിയുള്ള വിഷയത്തിൽ ഒരു യുദ്ധത്തിന് ശേഷം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം മനുഷ്യാവകാശ ലംഘനങ്ങളോ മറ്റോ നടന്നിട്ടുണ്ടോ? അങ്ങനെ വിഷയം ഇതിൽ വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ ഈ യുദ്ധം നമ്മളെ കൺകെട്ടി നടത്തിയിട്ടുള്ളൊരു യുദ്ധമാണ്. ലോകത്തിൻ്റെ കൺകെട്ടി നടത്തിയിട്ടുള്ള യുദ്ധം. എന്താ സംഭവിച്ചത് ആർക്കും അറിയാം. അമേരിക്കക്ക് അറിയണ്ടാവും. കാരണം അവരുടെ സാറ്റലൈറ്റ് വഴി അവർക്കത് കിട്ടും. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇന്ത്യയുമായി മികച്ച ബന്ധമായിരുന്നു ട്രംപും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും പുലർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 2ാം ഘട്ടം വന്നപ്പോൾ പാകിസ്ഥാനുമായി അടുക്കുകയാണല്ലോ വലിയ രീതിയിൽ തന്നെ. അന്ന് മോഡി ബഡ്ഡിങ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇന്ന് മോഡി വളരെ എസ്റ്റാബ്ലിഷ് ഇയാളെ കണ്ട് സീനിയർ മോസ്റ്റായി. പിന്നെ മോഡിയുടെ പിന്നിൽ ഒരു വലിയ രാജ്യമുണ്ട്. ആ മോഡി അസറ്റീവാണ്. അന്ന് മോഡി അവരുടെ കൈ കിട്ടും. മോഡി വളരെ പെട്ടെന്ന് റൈറ്റ് വിങ്ങേഴ്സ് പറയുന്ന റിഫോംസ് ബാങ്കിങ് സെക്ടറിൽ ഇൻഷുറൻസ് സെക്ടറിൽ നടപ്പിലാക്കുമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മോഡീനെ അവരെ കൂടെ അവിടെയാണ് മോഡി മൻമോഹൻ സിംഗും ഒക്കെ തമ്മിലുള്ളൊരു വ്യത്യാസം. മോഡിക്ക് പ്രധാനമായിട്ടും ഭാര്യ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോകാറില്ല. പിന്നെ കുട്ടികളില്ല. അങ്ങനെക്ക് രാജ്യം എന്നുള്ള RSSകാരുടെ കോൺസെപ്റ്റാണ് അങ്ങനെ ഭരിക്കുന്നത്. അപ്പം അങ്ങനെ അത്തരം കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. ലിബറലൈസേഷൻ കൊണ്ട് രാജ്യത്തിന് ഗുണമാണെങ്കിൽ അങ്ങനെ അത് ചെയ്യും, രാജ്യത്തിന് ദോഷമാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. അപ്പം അമേരിക്കയുടെ പാവയാകാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. RSSന് മുമ്പ് അമേരിക്ക സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അവർ വിചാരിച്ചാൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഉപയോഗിക്കുന്ന പോലെ RSSന് ഉപയോഗിച്ച് ഇന്ത്യനെ കുട്ടിച്ചോറാക്കാമെന്ന് വിചാരിച്ചു. ഇവർക്ക് RSSനെ മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോൾ അത് പറ്റാത്തതിൻ്റെ ചുരുക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു പാകിസ്ഥാൻ എല്ലാ കാലത്തും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടിക്കുറങ്ങനാണ് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ചൈനയും പാകിസ്ഥാനും എല്ലാം കൂടി ഉണ്ടാക്കി വിടുന്നതിന് ഒരു നെഗറ്റീവ് ഉണ്ട്. ഇന്ത്യൻ വിമാനങ്ങൾ തകർന്നു എന്നുള്ളത് അത് വളരെ സജീവം. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യം എങ്ങനെ തകർത്തു എന്ന് വരെ വിത്ത് മറ്റേ ശ്രീകണ്ഠനായരുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിന് പറയുന്ന BF അങ്ങനെയാണല്ലോ അവിടെ പോപ്പുലർ ആക്കിയത്. ശ്രീകണ്ഠനായർ അത് ഉപയോഗിച്ചിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിന് പിന്നിൽ അമേരിക്കയും ചൈനയ്ക്കും തമ്മിൽ കോമൺ ആയിട്ട് ഇത്തരം കാര്യമുള്ള ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള പ്രധാനപ്പെട്ട നമ്മളെ ഒരു മുഖമായി നമ്മൾ കാണിച്ച 2 വിമാനങ്ങൾ 3 വിമാനങ്ങളും അവരുടേതല്ല. ഒന്ന് സുഖോയിയാണ്, ഒന്ന് റഫേലാണ്, ഒന്ന് മിറാഷാണ്. ഈ 3 വീണെന്നാണ് അവർ പറയുന്നത്. അവരെ ഞാൻ വായിച്ചു നോക്കിയത്, ഞാൻ കണ്ടു. 3 വീണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അത് അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കുക. എന്നിട്ട് ഇന്ത്യയിലെ ആളുകളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണല്ലോ. ഇന്ത്യയിൽ 5 വിമാനങ്ങൾ വീണു, ഇന്ത്യക്കാരൻ മോഡി ശരിയില്ല, ഈ വിമാനങ്ങൾ ഇതിനെപ്പറ്റി ഒരു സൈക്കിളിനെ പറ്റി ധാരണ ഇല്ലാത്തവൻ പറയും ഈ വിമാനങ്ങൾ ശരിയില്ല, അതിന് ത്രസ്റ്റ് ഇല്ല, അതിന് ലിഫ്റ്റ് ഇല്ല, മറ്റേതില്ല, മറിച്ച് അജയിലല്ല, പിന്നെ എന്താണ് സിറ്റുവേഷൻ അവയർനെസ് ഇല്ല. ഇങ്ങനെ കുറച്ച് വാക്കും അടിച്ചു വെച്ചിട്ട് അങ്ങ് അടിച്ചു വിടും. ഇപ്പം തന്നെ കണ്ടില്ലേ അഴിമതി നടന്നു. ഇപ്പം തന്നെ ബോയിങ്ങിൻ്റെ വിമാനം അവരുടെ ടെക്നിക്കൽ പ്രശ്നം കൊണ്ട് അഹമ്മദാബാദ് തകർന്നു കണ്ടില്ല. പാവം പൈലറ്റിൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുകയാണ്. എന്ത് തെളിവുണ്ടായിട്ടാണ് ആളുകൾ ചെയ്യുന്നത്? അവിടെ അമേരിക്കയുടെ അജണ്ട വെച്ചുകൊണ്ട് ഓരോ സാധനങ്ങൾ അവന്മാരെ പത്രത്തിൽ കയറ്റി വിടും. ആര് എങ്ങനെയൊന്നുമില്ലാത്തൊരു റിപ്പോർട്ട്, ഇപ്പോൾ സിഗ്നേച്ചർ പോലും ഇല്ലാത്ത റിപ്പോർട്ട്. എന്നിട്ട് ഇവിടെയുള്ള കുറേ പത്രക്കാർ അതെടുത്ത് അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. പൈലറ്റ് സംരംഭമാണ്. അസുഖം ഉണ്ടെങ്കിൽ ആളുകൾ ചികിത്സിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പരിശോധന നടത്തിയിട്ട് അവരെ എടുക്കുള്ളൂ. പിന്നെ അവർക്ക് റൂട്ടീൻ ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തലയിൽ വെച്ച് കൊടുക്കാൻ പോവുക. എന്നിട്ട് ഇവിടെ കുറേ യൂട്യൂബേഴ്സ് RSSകാരെ കണ്ടതില്ല, RSS അനുഭാവികളൊക്കെ ഉണ്ട്. പൈലറ്റ് കയ്യും കെട്ടി നോക്കിയിരുന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ. പിന്നെ
ഒരു സെക്കൻഡിൻ്റെ ഇടയിൽ നീ എങ്ങനെ ഈ സാധനം മാറ്റുക? അതല്ലേ റിപ്പോർട്ട് പറഞ്ഞത്. മനുഷ്യ സാധ്യമാണത്. ഒരു അമേരിക്ക അജണ്ട ആയിരുന്നു അത്. അമേരിക്ക അജണ്ടയാണ് അവരുടെ വിമാനം. അവരുടെ ബോയിങ് കമ്പനിക്ക് വലിയ അടിയാണത്. അന്നേ ഒരു വിസിൽ ബ്ലോവർ പറഞ്ഞാണ് ഇതിന് പ്രശ്നങ്ങളുണ്ട്, ഷോർട്ട് കട്ട് എടുക്കുന്നുണ്ട് അവർ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്നു. അയാൾ പറഞ്ഞ സമയത്ത് സംഭവിച്ചു. അല്ല, അപ്പോൾ സാറ് പറഞ്ഞതെന്ന് വ്യക്തമാണ്, അമേരിക്കൻ കമ്പനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം ആണ്. ഇവിടെ പത്രക്കാർ എന്നിട്ട് അടിച്ചു വിടുകയും ചെയ്യും. യൂട്യൂബേഴ്സിന് വരുമാനം കിട്ടിയാൽ പോരെ? യൂട്യൂബേഴ്സാണ് ബേസിക്കലി, അവർക്ക് വരുമാനം കിട്ടിയാൽ പോരെ? എന്നിട്ട് അപ്പോൾ ആവത്തിൻ്റെ സബ്രവാളിനെ കഷ്ടകാലത്തിന് അയാൾ സവർണനുമായിപ്പോയി. വല്ല വേടനുമാണെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. കാരണം അതിൽ പറയുന്നുണ്ട് ഈ സ്വിച്ച്, ഇന്ധന സ്വിച്ച് അമർത്തി. നീ ആലോചിച്ച് നോക്ക്, നീ ഗ്യാസ് സിലിണ്ടറിന്റെ സംഭവം വെച്ചു, അത് ഏതാണ് അതുപോലുള്ള സ്വിച്ചാണ്. നീ ഒരു സെക്കൻഡിന്റെ ഇടയിൽ എങ്ങനെ രണ്ടെണ്ണം ചെയ്യാൻ പറ്റുക? പറ്റില്ല. അത് ഞാൻ നോക്കി. അല്ല, അങ്ങനെയായിരുന്നു ആ പത്രവാർത്ത. അതാ പറഞ്ഞത്. അത് എങ്ങനെ? അപ്പൊ അത് ഓട്ടോമാറ്റിക് അവരുടെ ഫെയിലറാണ്. അതിന്റെ പിന്നെ ഇതിന് സോഫ്റ്റ്വെയറിന്റെ കംപ്ലൈന്റ് ആണത്. മനസ്സിലായില്ലേ? നീ ഇവിടുത്തെ പത്രക്കാരെടുത്താ കൊണ്ട് ആഘോഷിക്കുക. ഇവനെ ആരോടാണ് കൂറ്? വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കയും ഈ പാകിസ്ഥാൻ തമ്മിൽ ഇങ്ങനെ തുടർച്ചയായി ഐക്യപ്പെടുന്നത് ഇന്ത്യക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കുമോ? പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് വെച്ചാൽ അതിപ്പോൾ ഐക്യപ്പെട്ടില്ല നമുക്ക് പ്രതിസന്ധി. നമ്മൾ അമേരിക്ക പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. പിന്നെ പറഞ്ഞ ഇവൻ്റെ RSS BJP വന്നുകൊണ്ടിരിക്കുന്നതിലല്ലേ ആയിരുന്നുണ്ടാവില്ല. അപ്പം അത് ഇത് ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് അമേരിക്കൻ ബന്ധം നടത്തുക. അതല്ലെങ്കിൽ നമുക്ക് തലവേദന. അതുകൊണ്ട് പ്രത്യേകിച്ച് അഡീഷണൽ തലവേദന ഒന്നും വരാനില്ല. അവർ പറയുന്ന പോലെ നമ്മൾ ഭരിച്ചു കൊടുത്താൽ, ഞാനൊരു കാര്യം പറഞ്ഞില്ല, അപ്പോൾ അത് വേറെ ഒന്നും വിചാരിക്കരുത്. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്ത് തോറ്റു, മരിച്ചു, ഒന്നും അല്ലാതായിപ്പോയി. ഇവിടെ വേറെ രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുമായിട്ട് സന്ധി ഒപ്പിട്ട് അവരുടെ അണ്ടറിൽ ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പം എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാരുടെ അജണ്ട ഇവിടെ നടന്നു. അവിടെ എന്ത് സംഭവിച്ചു? ടിപ്പു സുൽത്താൻ്റെ കുടുംബമേ ഇല്ലാതായി, ഒന്നും ഇല്ലാതായിപ്പോയി. അവരിപ്പം പഞ്ചറൊട്ടി ജീവിക്കാം. പക്ഷേ അന്ന് ഒപ്പിട്ട ആളുകൾ ഇപ്പോൾ ഇവിടെ വലിയ വ്യവസായികളൊക്കെയാണ്, രാജകുടുംബങ്ങളൊക്കെയാണ്. ഞാനിവിടെ ഒപ്പിട്ട ആളുകളെ കുറ്റമൊന്നും പറയുന്നില്ല. ഒപ്പിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരും അവരെ പോലെ തന്നെ ആയി പോവുകയായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഒരു എക്സാമ്പിൾ തന്നില്ല. ഒപ്പിട്ട ഒരു രാജ്യം നമ്മൾ തിരുവിതാംകൂറാണ്. ഞാൻ നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിനോട് വലിയ ബഹുമാനമുള്ള ഒരാളാണ്. അങ്ങനെ വളരെ പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള അവരുടെ വെൽവിഷേഴ്സ് ആയിരുന്ന ഒരു ഗവൺമെൻറ്റാണ്. പക്ഷേ ഈ തെക്കൻ ഭാഗത്ത് അതിശക്തമായിട്ടാണ് ആംഗ്ലിക്കൻ സഭയുടെ പ്രവർത്തനം. കന്യാകുമാരി ജില്ലയിൽ ഇപ്പോൾ ഏതാണ്ട് ഭൂരിപക്ഷമായി അവർ മാറിക്കഴിഞ്ഞു. CSI ഈ തെക്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അന്ന് തുടങ്ങി വെച്ചതാണ്. വേലുത്തമ്പീനെ അവർക്ക് എന്തായാലും പ്രശ്നം. അവർ വേലുത്തമ്പീനെ ഇപ്പം എന്തായാലും പ്രശ്നം. വേലുത്തമ്പിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ സുചീന്ദ്രൻ ടെമ്പിളിൻ്റെ അവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ അനുവാദം ചോദിച്ചു. വേലുത്തമ്പീൻ്റെ അടുത്തേക്ക് വന്നു. വേലുത്തമ്പി ചോദിച്ചു, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടാന്ന്? അപ്പോൾ വന്ന ആൾ പറഞ്ഞു, ഞങ്ങൾ മറ്റേ റെസിഡൻറ്റിൻ്റെ മതം. തെക്കൻ തിരുവിതാംകൂറിൻ്റെ നായന്മാരെ നിനക്കറിയാമല്ലോ. അങ്ങേര് ചോദിച്ചു, റെസിഡൻറ്റിൻ്റെ മതം എന്താണെന്ന് കളിയാക്കിക്കൊണ്ട് ഇറക്കി വിട്ടു. അതാണ് ഇവർക്ക് അതുകൊണ്ടാണ് വേലുത്തമ്പി ഇത്രയും നിഷ്ഠൂരമായിട്ട് അവർ കൊന്നു കളഞ്ഞത്. അത് ആത്മഹത്യ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ തല കെട്ടിയതല്ലേ, വെട്ടിവിടെ കെട്ടിത്തൂക്കിയല്ലേ ചെയ്തതുകൊണ്ടാണ്. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ വില്ലനായി ചിത്രീകരിക്കാൻ പോയി പുതിയ ചരിത്രകാരന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് വേലുത്തമ്പിയെ വില്ലനാക്കി ചിത്രീകരിക്കാൻ പുതിയ സാധനങ്ങൾ. വേലുത്തമ്പി മാത്യു തരകനോട് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മാത്യു തരകനോട് വേലുത്തമ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാജകീയമായ തീരുമാനമായിരിക്കും, അതിന് രാഷ്ട്രീയമായ കാരണങ്ങളും ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലുള്ള അജണ്ട അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയോട് നമ്മൾ അകന്നതുകൊണ്ട്, അടുത്തതുകൊണ്ട് പ്രത്യേക ഗുണമൊന്നുമില്ല, അകന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ശക്തരായി നിൽക്കുന്ന കാലത്തോളം, നമ്മളെല്ലാം ഒരുമ ഉണ്ടാവുകയും നമ്മൾ ശക്തരായിരിക്കുന്ന കാലത്തോളം അവർ നമ്മളെ തൊടാനൊന്നും മടിക്കും. നമ്മളിൽ ഒരുമ ഉണ്ടാവുകയും നമ്മൾ ശക്തരാകുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. മോഡി RSS ഒക്കെ ഇപ്പോൾ എടുക്കുന്ന പുതിയ ലൈൻ അവരെ തിരിച്ചറിഞ്ഞത് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ആൻറ്റി മുസ്ലിം റിട്ടോറിക് അങ്ങനെ RSS എന്ന് പറയുന്ന ആളുകളൊന്നും വരുന്നില്ല. അപ്പോൾ എക്സ് മുസ്ലിങ്ങളാണ് ആ പണി ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ ആൻറ്റി ക്രിസ്ത്യൻ സാധനങ്ങൾ വരുന്നില്ല. ക്രിസ്ത്യാനികളെ അടുക്കാൻ നല്ല ശ്രമം നടത്തുന്നുണ്ട്, മുസ്ലിങ്ങളായിട്ട് അടുക്കാൻ നല്ല ശ്രമം നടത്തുന്നുണ്ട്. നമ്മളെ ഒരുമയാണ് പ്രധാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.